ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണവിഭവം ഒരു സാമ്പാർ റെസിപ്പിയാണ്. പെട്ടെന്ന് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ളൊരു സാമ്പാർ റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു കുക്കറിലേക്ക് 1/4 കപ്പ് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ്, ഒരു ക്യാരറ്റിൻ്റെ പകുതി കഷ്ണങ്ങളാക്കിയതും, ഒരു ചെറിയ കഷ്ണം പച്ചക്കായും, പിന്നെ ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കർ അടച്ച് വേവിക്കാം. ഒരു 3 വിസിലാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറക്കുന്നത്. അപ്പോൾ പച്ചക്കറിയും പരിപ്പും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. പച്ചക്കറിക്ക് പ്രത്യേകിച്ചൊരു അളവിലൊന്നുമല്ല ഞാൻ എടുത്തത്. കയ്യിലുള്ള പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണിത്. കുറച്ച് വഴുതന, കുറച്ച് പടവലത്തിൻ്റെ കഷ്ണങ്ങൾ, കുറച്ച് വെള്ളരിക്കൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഇളവന് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി, 2 വെണ്ട, 2 പച്ചമുളക്, ഒരു മുരിങ്ങക്കായ, ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ കുക്കറിൻ്റെ അടപ്പ് ഒഴിവാക്കിയതിന് ശേഷം വേറെ ഒരു അടപ്പ് വെച്ചിട്ടാണ് അടക്കുന്നത്. ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പച്ചക്കറിയൊക്കെ പാകത്തിന് വേവണം, പക്ഷേ ഒരുപാട് വെന്ത് കുഴയാതെ ശ്രദ്ധിക്കണം. 5 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്നത്. പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ താളിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, ഒരു പിടി മല്ലിയില, ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. അതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും പച്ചക്കറിയും വേവിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ അടുപ്പത്ത് വെച്ച് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് ചെക്ക് ചെയ്തപ്പം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ 1/2 ടീസ്പൂണും കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് 2 മിനിറ്റ് നേരം തിളക്കണം. തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം. ഇനി അത് തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം 2 മിനിറ്റ് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടാറുമ്പം കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. നമ്മുടെ ഈസി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ തൂവിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.